IPL മാച്ച് നമ്പർ 37 അവസാനിച്ചപ്പോൾ RCBയുടെ ഭാഗത്തു നിന്നും ഒരു വൺ സൈഡഡ് മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ച് RCB ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ പവർ പ്ലേയിൽ നല്ല സ്റ്റാർട്ടായിരുന്നു പഞ്ചാബിന് കിട്ടിയത്. സ്ലഗ്ഗിഷായ ട്രാക്കിൽ 62-1 എന്ന മികച്ച സ്കോറായിരുന്നു പഞ്ചാബിന് പവർ പ്ലേയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞതോടെ ഒരു കൂട്ട തകർച്ചയായിരുന്നു കാണാൻ സാധിച്ചത്. പിച്ച് സ്ലോ ആണ് എന്ന കാര്യം പോലും പരിഗണിക്കാതെ 2-3 ഡോട്ട് ബോൾ വരുമ്പോൾ തന്നെ ഒരു ബിഗ് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചായിരുന്നു പഞ്ചാബ് താരങ്ങൾ വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. ഇതോടെ 9 ഓവർ ആയപ്പോഴേക്കും 76-4 എന്ന നിലയിലേക്ക് ടീം തകർന്നു. ഒടുവിൽ ശശാങ്ക്, മാർക്കോ യാൻസൺ എന്നിവരുടെ പാർട്ണർഷിപ്പാണ് 187-6 എന്ന സ്കോറിലേക്ക് പഞ്ചാബിനെ എത്തിച്ചത്. ഈ പിച്ചിൽ അവർക്ക് കിട്ടിയ സ്റ്റാർട്ട് വെച്ച് ചുരുങ്ങിയത് ഒരു 20-25 റൺസെങ്കിലും പഞ്ചാബ് ഷോട്ടായിരുന്നു എന്ന കാര്യം ഉറപ്പായിരുന്നു. എത്ര ഇൻഫോം പ്ലെയർ ആണെങ്കിലും കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്ത് കളിച്ചില്ലെങ്കിൽ തകർച്ചയാണ് ഫലമെന്ന കാര്യം പഞ്ചാബ് ഈ സീസണിൽ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ബാറ്റിംഗ് കാണുമ്പോൾ തോന്നുന്നത്. RCBയെ നോക്കിയാൽ സ്പിന്നേഴ്സാണ് മെയിനായി മിഡിൽ ഓവേഴ്സിൽ ഗെയിം അവർക്ക് അനുകൂലമാക്കി മാറ്റിയത്. കൃണാളും സുയാഷും 8 ഓവറിൽ 51 മാത്രം വഴങ്ങി 4 വിക്കറ്റായിരുന്നു വീഴ്ത്തിയത്. ഈ സീസണിൽ ഇതുവരെ സ്പിന്നേഴ്സിനെതിരെ ഔട്ടായിട്ടില്ലാത്ത അയ്യറുള്ളപ്പോൾ പിച്ച് സ്ലോ ആയിരുന്നിട്ടും സുയാഷിനെ കൊണ്ടുവരാതെ റൊമാരിയോ ഷെപ്പേർഡിനെ 8-ാം ഓവറിൽ കൊണ്ടുവന്ന് ശ്രേയസിന്റെ വിക്കറ്റ് എടുത്ത പട്ടിദാറിന്റെ തീരുമാനം ഇംപ്രസീവ് ആയിരുന്നു. പിന്നെ എടുത്തു പറയാനുണ്ടായിരുന്നത് 16 മുതൽ 20 വരെയുള്ള RCBയുടെ ബൗളിംഗ് ആയിരുന്നു. യോർക്കറിന് പുറകെ യോർക്കർ തന്നെ കൊടുത്ത് മികച്ച എക്സിക്യൂഷനായിരുന്നു ഭുവനേശ്വർ കുമാർ ഹേസൽവുഡ് ജോഡി നടത്തിയത്. ഇവിടെ യോർക്കർ തന്നെയാണ് എറിയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും ഇന്നവേറ്റീവായി സ്കൂപ്പോ റാംഷോട്ടോ കളിക്കാൻ ശ്രമിക്കാതിരുന്ന പഞ്ചാബ് RCBക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. കാരണം അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ മാത്രമേ ബൗളേഴ്സ് എക്സ്ട്രാ ആയി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂ. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സോൾട്ട് തുടക്കത്തിൽ പുറത്തായെങ്കിലും പടിക്കൽ 1 ഡൗണിൽ വന്നതോടെ ഇന്നിംഗ്സ് കോഹ്ലി സ്റ്റഡി ചെയ്തു. പവർ പ്ലേയിൽ 54 ആയിരുന്നു RCBയുടെ സ്കോർ. ശേഷം സ്പിൻ വന്നപ്പോൾ ടൈറ്റായ ഓവറുകൾ വന്നെങ്കിലും പിച്ച് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സ്ട്രൈക്ക് റൊട്ടേഷനും ഓട് ബൗണ്ടറിയുമായി RCB താരങ്ങൾ മുന്നോട്ട് പോയി. മോശമായ ഒരു ഷോട്ട് സെലക്ഷൻ തന്നെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. 13-ാം ഓവറിലായിരുന്നു 61 നേടി പടിക്കൽ പുറത്തായത്. എന്നാൽ അപ്പോൾ തന്നെ സെൻസിബിളായി ബാറ്റ് ചെയ്താൽ കളി ജയിക്കാമെന്ന നിലയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് കോഹ്ലിക്ക് പട്ടിദാർ കമ്പനി കൊടുത്തതോടെ അനായാസമായി RCB വിജയിക്കുകയാണ് ഉണ്ടായത്. പന്ത് ചെറുതായി ഗ്രിപ്പ് ചെയ്തിരുന്ന ഒരു ട്രാക്കിൽ പഞ്ചാബിന്റെ സ്പിന്നേഴ്സിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതായിരുന്നു അവർക്ക് തിരിച്ചടിയായി മാറിയത്. RCB നോൺസെൻസ് ഒന്നും കാണിക്കാതെ ക്ലിനിക്കലായി തന്നെ ചേസിനെ സമീപിക്കുകയും ചെയ്തു.